മക്കളെ ഇന്നലെ പല്ല് പണി മുടക്കിയതാണ് കേട്ടോ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. ഇത് ഇന്നലെ ഇടണം വിചാരിച്ച വീഡിയോ ആണ്, പക്ഷെ പല്ലാണ് പണി മുടക്കിയിട്ടുണ്ടല്ല. അപ്പൊ അവിടെ ഉണ്ട് കടന്നു പോയിട്ടോ. പല്ല് ചെവി എന്നൊക്കെ പറയുന്നത് വേദന, ഭയങ്കരമായിട്ടുള്ള വേദന കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ ഇന്നലെ ഇടാൻ വിചാരിച്ചെന്ന് വോയിസ് ഓവർ കൊടുക്കാൻ അങ്ങനെ നിന്നപ്പോഴാണ് നമുക്ക് പല്ലുവേദന്റെ തുടക്കം ശാഖ വന്നത്. അതിന് പിന്നെ അതൊക്കെ പാട് കൂട്ടി കെട്ടിയാണ് ഞാൻ ഒറ്റ കടത്താൻ കിടന്നതാണ് കേട്ടോ. ഇന്നിപ്പോൾ ഇതാക്കണം, ഇപ്പൊ ഒരു 3-3:30-4 മണി ആയപ്പോഴാണ് ഞാൻ ഇതുമ്മക്ക് നോക്കിയത് തന്നെ. അപ്പൊ നമ്മൾ വീഡിയോ ഇടാതെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ഇതാക്കണം കെട്ടിപ്പടുത്ത് കൊണ്ടുവന്നൊക്കെ തകിടം മറിഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, ആ ഒരു ഗുളികന്റെ ബലം കൊണ്ടാണ് കേട്ടോ ഈ ഒരു പറച്ചിൽ പറയുന്നത്. അപ്പോൾ വെള്ളിയാഴ്ചക്കത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നിന്നതല്ലായിരുന്നു. അപ്പം എന്തൊക്കെ വിശേഷം പറഞ്ഞാൽ ഇതാക്കണം ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ചെറുമട്ടത്തിലുള്ള വിശേഷമൊക്കെ തന്നെയുള്ളൂ. നമുക്ക് മഴ നമ്മളെ വിട്ടിട്ട് പോയിട്ടൊന്നുമില്ല. മഴ പേടിയാണ്, പുഴ പേടിയാണ്. ഇപ്പോൾ മൊത്തത്തിൽ നോക്കി ആകെപ്പാടെ അങ്ങോട്ട് പേടിയാണ് കേട്ടോ. എന്നാലും തന്നെ വെയിൽ ഇതാക്കണം കണ്ണ് ചിമ്മി ഇതാക്കണം നല്ല ഉഷാറായിട്ടൊന്നും വരുന്നുണ്ട്. വെയിലുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ മഴയുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ ഉള്ളത്. അപ്പോൾ അതാക്കണ് ഞാൻ രാവിലെ തന്നെ മൂപ്പര് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ പേപ്പറൊക്കെ വായിച്ച് ഒരു ഇതൊക്കെ ആയി. അത് കഴിഞ്ഞാൽ പിന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. സ്കൂളും കാര്യങ്ങളും നമുക്ക് ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ആക്കം പോലെയാണ് കേട്ടോ നീച്ചത്. പണി ഇപ്പം ഇല്ല. അതുകൊണ്ട് ഞാനും തന്നെ അവിടെ അങ്ങനെ കടന്നിട്ടു. അങ്ങനെ പോയി. പിന്നെ കുറച്ച് ഒരു വിധമായിക്കണം, ഒരു 7-7:30 ആയിട്ട് ഇങ്ങനെ നീച്ച് പോന്നപ്പോൾ തന്നെ അങ്ങനെ പേപ്പർ വായനയും നമ്മളെ മുറ്റടിച്ചു വരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നേരം ഇതാക്കണ 7:30 കഴിഞ്ഞ് 8 മണിയോടെ അടുക്കുന്നുണ്ട്. ഇപ്പോഴാണ് ചായയും കടി ഉണ്ടാക്കണത്. അപ്പോൾ മക്കളൊക്കെ ഇതാക്കണം നീച്ച് വരുന്നുള്ളൂ. ഓൾക്ക് ഇതാക്കണ് സ്കൂളൊന്നും ഇല്ലായിട്ട് ഓലും തന്നെ ഉറങ്ങി തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ചപ്പാത്തി ഉണ്ടാക്കാന്നുള്ളത്. ചപ്പാത്തിയും ചെറിയ ഒരു കറിയും കൂടി ഉണ്ടാക്കിയാൽ നമുക്ക് ചായക്കായാലോ. അപ്പോൾ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടെന്ന് ഇന്നലെ രാത്രി തന്നെ. അപ്പോൾ അതാക്കണ കുക്കറിൽ കടന്ന് വേകുന്നുണ്ട്. ഇപ്പുറത്ത് ചായ ഇതാക്കണ തിളച്ച് കുത്തി മറിയുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇതാക്കണ വേഗം ചപ്പാത്തി ചൂടാൻ നിൽക്കട്ടെ കേട്ടോ. അപ്പോൾ ചപ്പാത്തി എന്ന് പറയുമ്പോൾ കറി ഇല്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം കറിയൊക്കെ അടുപ്പത്ത് വെച്ച് ചായയൊക്കെ വെച്ചിട്ട് വേഗം ഒന്ന് നമ്മളെ പണി എടുക്കട്ടെ വിചാരിച്ചു. അങ്ങനെ ഈ ഒരു ചപ്പാത്തി പണി അറിയുന്ന ഒരു 10-15 ചപ്പാത്തിയൊക്കെ മതിയിട്ട് അവിടെ. അത് ഫുള്ളായിട്ട് തിന്നൊന്നുമില്ല. വൈകുന്നേരം വരെ ഇങ്ങനെ ഉണങ്ങി കളിച്ച് അവിടെ കിടക്കും. അത് വേറെ കേസ്. അപ്പോൾ വല്ല കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് അങ്ങനെ തിന്നലാണ് കേട്ടോ. പിന്നെ രാത്രി ഇതാക്കണ നല്ല കറിയൊക്കെ വെക്കുകയാണെങ്കിൽ മീനോ ഇറച്ചി അങ്ങനെ എന്തെങ്കിലും കറി വെക്കുകയാണെങ്കിൽ അതും കൂട്ടിയിട്ടാണ് തിന്നിട്ടോ. ഇതിപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ആ ഒരു പൊടിയാണ്. അപ്പോൾ നല്ല പൊടി തന്നെയാണ്, നല്ല ഉസാറ പൊടി തന്നെയാണ്. അപ്പോൾ ഒരു 3-4 പാക്ക് ഉണ്ടാകുമല്ലേ, നമുക്കൊക്കെ 3-4 പാക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതാക്കണം നമ്മൾ ഗോതമ്പ് കുറച്ചേ വാങ്ങലുള്ളൂ. ഗോതമ്പിൻ്റെ പൊടി ഇതാക്കണം ഒരു 4-3 പാക്കാണ് കിട്ടൽ. അപ്പോൾ ഗോതമ്പ് കോഴിക്കൊക്കെ കൊടുക്കാൻ മാത്രമേ ഉണ്ടാകുള്ളൂ ഇവിടെ. പിന്നെ പച്ചരിയും കുറവാണ്. പിന്നെ ചാക്കരി കുറച്ച് തോന വാങ്ങി കൊണ്ടുവരലാണ് കേട്ടോ. ചാക്കരിക്കാണല്ലോ നമുക്കിവിടെ അകപ്പാടൊരു ക്ഷാമുള്ളത്. അപ്പോൾ അതിങ്ങനെ ചാക്കരി കുറച്ച് തോന കൊണ്ടുവരും. മട്ടരി അങ്ങനെ വാങ്ങലില്ല കേട്ടോ. അപ്പോൾ നമ്മളെ ചപ്പാത്തി ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം വയനാട്ടിലത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇത് നമ്മളെ എല്ലാ വീഡിയോസിലും ഇതൊക്കെ തന്നെയാണല്ലോ പറയണത്. അപ്പോൾ ഇമാതിരി ഒരു ദുരന്തമാക്കണം നമ്മൾ കണ്ടേലും വെച്ച്, ഞാനൊക്കെ കണ്ടേലും വെച്ച്, എല്ലാവരും കണ്ടേലും വെച്ച് വലിയൊരു ദുരന്തം തന്നെയാണല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഇതാക്കണം ഓല് സഹിച്ചിക്കണല്ലേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സഹിക്കാനുള്ളതൊക്കെ പഠിച്ചാൽ കൊടുക്കട്ടെ. പിന്നെ ഇതാക്കണ ഓൾക്ക് വീടും ഒക്കെ മക്കളും കാര്യങ്ങളൊക്കെ പോയോല് പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. വീടും സ്ഥലവും കാര്യങ്ങളും സ്വത്തും മുതലൊക്കെ പിന്നെ ഉണ്ടാക്കാം. നമുക്ക് പോയോരെ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടൂലല്ലോ. അതാണ് ഇപ്പോൾ ഒരു മരണത്തിൻ്റെ ഒരു കളി അറിയുന്നത്. അതാണ് കേട്ടോ. പോയാൽ പിന്നെ ഇങ്ങോട്ട് റിട്ടേണിലൊരു ടിക്കറ്റ് ഇല്ല. അപ്പോൾ അതാണ് ആകപ്പാടുള്ളൊരു സങ്കടമല്ല. ഒരു കുടുംബത്തിൽ മൊത്തത്തിൽ ആൾക്കാർ പോവുക, പിന്നെ ഇതാക്കണ് ഒരാൾ മാത്രമായിട്ട് മിച്ചം വെച്ചാണ്ട് ബാക്കിയുള്ളവരൊക്കെ കൊണ്ടുപോകുക. അതൊക്കെ ഭയങ്കര സങ്കടകരം തന്നെയാണ്. ഇപ്പോഴും ഇതാ ടി വിയിൽ അങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഓലെ വാർത്ത കാണുമ്പോഴത്തേന് നമുക്ക് ഇതാക്കണ നെഞ്ച് വിടയുകയാണല്ലോ അല്ലേ. അപ്പോൾ നമ്മളെ പെരയത്തെ ആരൊക്കെയോ പോലെയാണ് ഇപ്പോഴും നമുക്ക് തോന്നണത്. ഇനി പോലും ഒരു കുടുംബം വീടും കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് ഒരു സമാധാനം ഉണ്ടാകുള്ളൂ അല്ലേ. ഇന്നിപ്പോൾ നമ്മളെ ചോറ് കൂട്ടാനൊക്കെ ആയി. അതിൻ്റെ ഇടയിൽ നമ്മൾ കുളിയും തേവാരമൊക്കെ കഴിഞ്ഞു കിട്ടും. ഒക്കെ ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ കൊണ്ടുവരികയാണ്. എന്നും നമ്മളിതൊക്കെ തന്നെയല്ല വീഡിയോ വരുന്നത്. എന്നും നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്കും തന്നെ ബോറടി ഉണ്ടാവില്ലേ. അപ്പോൾ ഇന്ന് ഞാനത് സ്പെഷ്യലായിട്ട് ഇതാക്കണ ഒരു പഞ്ചോറില്ലേ, പഴങ്കഞ്ഞിയൊക്കെ കുടിക്കാമെന്നാണ് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ വിചാരിച്ചു അത് നടക്കണ കേസല്ല. കാരണം പഴയതൊക്കെ മക്കൾക്ക് ഈ ഒരു അവസ്ഥയിൽ കൊടുത്താലുണ്ടല്ലോ. ഇപ്പോൾ ഫുള്ള് ആശുപത്രിയിലൊക്കെ പോയാൽ ഇപ്പോൾ ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. നിലമ്പൂരൊക്കെ ഫുള്ള് അതാണ്, മഞ്ചേരിയൊക്കെ അതാണ്. അപ്പോൾ അങ്ങനെ പോകണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ കൊടുത്താൽ നമ്മൾ കുടിക്കുന്നവർക്കല്ല, മക്കൾക്ക് കൊടുത്താൽ ചിലപ്പോൾ പള്ളക്ക് പറ്റിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പഴങ്കഞ്ചി എന്നുള്ളതാണ് മാറ്റി വെച്ചിട്ട് പുതിയ ചോറിൽ നമുക്ക് പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ചാട്ടോ. പിന്നെ ജീവിതം തന്നെ വലിയൊരു പരീക്ഷണമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ പരീക്ഷണം കൂടി.
അപ്പോൾ അതാ ചമ്മന്തി ഇതാ എല്ലാവരും ഉണ്ടാക്കുന്നതാവും, ഇങ്ങനത്തെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയതാവും. എന്നാലും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ചട്ടി വെച്ചിട്ട് ഇതാക്കണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ സവാള ഉണ്ടല്ലോ, അല്ലെങ്കിൽ ചെറിയ ഉള്ളി ആയാലും മതി. അപ്പോൾ അത് ഇതാക്കണം, ഞാൻ അടർന്നിട്ട് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അരിഞ്ഞിട്ട് അതിൽ ഇതാക്കണം ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. പിന്നെ കറിവേപ്പിൻ്റെ ഇടുക, ഇഞ്ചി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ. ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കില്ല, സാധനം ഇവിടെ ഇല്ല കേട്ടോ. പിന്നെ പുളി ഇട്ട് കൊടുക്കുക, പിന്നെ മുളകും പൊടി ഇട്ട് കൊടുക്കുക. മുളകും പൊടി അല്ലേന്ന് ഇട്ടോ വേണ്ടിയത്, നമുക്ക് ഉണക്കമുളക് ഏന്ന് വേണ്ടിയിരുന്നത്, പക്ഷേ അതും അപ്പോൾ നമ്മളെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ മുളകും പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടാണ് വഴറ്റി എടുത്തോളി. അപ്പോൾ നമ്മളെന്താക്കണം, ഉള്ളിച്ചമ്മന്തി റെഡി ആവും കേട്ടോ, നല്ല ഉഷാർ ഉള്ളിച്ചമ്മന്തി. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാകുക കേട്ടോ. നല്ല കളറും ഉണ്ട്, നല്ല എരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് മിക്സീൻ്റെ ജാറിലാണ്ട് പൊടിച്ചെടുത്താറുണ്ടല്ലോ ഉഷാറായിട്ടോ. അപ്പോൾ അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിലങ്ങോട്ട് ചമ്മന്തി അരച്ച് ചോറുന്നാന്ന് പറയുന്നത് അതിനും പാദം വേറൊരു കൂട്ടാനെത്തിന വേറെ അല്ലേ. അപ്പോൾ ഞാൻ കുട്ടി ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ അരക്കാത്തതുകൊണ്ട് തന്നെ കല്ലിങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ കടിക്കൂലോ. നമ്മൾ ചോറ് തിന്നുമ്പോൾ കല്ല് കടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഗതിയായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ പുതിയ അമ്മിയാണ് കേട്ടോ, കുറേ കാലമായി വാങ്ങിയിട്ട്, കുറേ കാലം നല്ല കുറേ കൊല്ലമായി, ഇതുവരെ അരച്ചിട്ടില്ല കേട്ടോ. ആ ഒരു അമ്മിക്കുട്ടീനൊന്നും ചിലപ്പോൾ പൊന്തൂല, അങ്ങനത്തെയാണ്. അപ്പോൾ ഞാൻ കുറേ നോക്കി അമ്മമാരെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ പോയി അരക്കാലോ എന്ന് വെച്ചിട്ട്. ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ ആരപ്പം അമ്മീമൊക്കെ അരക്കാല്ലേ, വണ്ടി കൊണ്ടുപോയി മിക്സിൻ്റെ ആ ഒരു ജാറിലിടുക, 2 കിറുക്കെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ചമ്മന്തിയായി, കറിക്കില്ല അരവായി ഒക്കെ ആയല്ലേ. പിന്നെ ഇപ്പം അമ്മിക്കുട്ടി എടുത്തൊന്ന് അത് രണ്ടും കഴുകി അതൊന്ന് അരച്ചെടുക്കുമ്പോഴത്തേന് നേരെ ഒരുപാട് അങ്ങോട്ട് ആകുകയാണ്. അപ്പോൾ ഏറ്റവും നല്ലതാക്കണം മിക്സീൻ്റെ ജാറിലിട്ട് പൊടിക്കല്ലേ. അപ്പോൾ ഞങ്ങൾ ഇതാക്കണം ഇതൊക്കെ പാടെ കൂട്ടിയിട്ട് ചോറ് തിന്നു കേട്ടോ. പക്ഷേ മൂപ്പർക്ക് അത് പോരാ, മൂപ്പർക്ക് ഞാനൊരു തക്കാളി അവിടെ തളച്ച് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഇതാ മീനും കൂന അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ഇതാ ഈ ചമ്മന്തി പിന്നെ തക്കാളി താളിപ്പും കൂട്ടി മൂപ്പര് ചോറുന്നോളും. നമ്മളിതാക്കണം ഈ ചമ്മന്തി ഉണ്ടല്ലോ, ചമ്മന്തിയും കൂട്ടിയിട്ടാണ് ചോറുന്നാൻ പോണത്. പിന്നെ ഇത്തിരി തൈരും ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇപ്പോൾ വേറെ എന്താ നമുക്ക് ചോറിന് കൂട്ടാനുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ വലിയത്. അപ്പം ചമ്മന്തി അരക്കാത്തവരൊന്ന് അരച്ച് നോക്കിക്കോട്ടെ, നല്ല ഉസാറും ചോറ് തിന്നു നിങ്ങൾക്ക്. പിന്നെ ഇതാക്കണം ഞാൻ കുറച്ച് കാന്താരി പൊട്ടിച്ച് കൊണ്ടുവന്ന് കണ്ട് ആ റബ്ബറിൽ പോയിട്ട്. അപ്പോൾ പഞ്ചത്തിന് ഇത്തിരി കാന്താരി ഇട്ടിട്ട് ഒരു 3-4 കാന്താരി ഇട്ടിരിക്കുന്നു. അതിലാണ് തൈര് കൊണ്ട് ഇത് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാ. ഇതിന് ഇതാക്കണം ചെറുള്ളിയാണ് വേണ്ടിയത്. ഒരു 3-4 ചെറുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളാ കുഞ്ഞ ഒരു ഇടികല്ലുണ്ടല്ലോ, അപ്പോൾ അതിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് കൊതിച്ച് അയച്ചെടുക്കുക. പിന്നെ ഇതാക്കണം നമ്മളെ കാന്താരി ഉണ്ടല്ലോ, പഞ്ചം പോലെയാണ് നമുക്ക് കാന്താരി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഒന്ന് കുത്തി അരച്ച് കൊടുക്കട്ടെ, നല്ല സാറായിട്ടാണ് കുത്തി അരച്ച് കൊടുക്കാം. ഇതൊക്കെ ഇതാകണ ഇത്തിരി ഉപ്പും ഇത്തിരി ഇതാകണ ഒരു ചെറിയൊരു പുളിങ്കൻ്റെ ഒരു തണ്ടും കൂടി ഇട്ട് കൊടുത്താലുണ്ടല്ലോ, ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്താൽ നമ്മളെ കാന്താരി ചമ്മന്തി കൂടി ആവും കേട്ടോ. നമ്മളെ പൂളേക്കൊക്കെ ഇത് നല്ല ബെസ്റ്റാണ്, സൂപ്പറാണ് കാന്താരി ചമ്മന്തി. പക്ഷേ കാന്താരി കിട്ടാനില്ല കേട്ടോ, ഈ മഴയായിട്ടാന്ന് തോന്നുന്നുണ്ട്. കാന്താരി ഒന്നും ഇല്ല കേട്ടോ, മരത്തുമ്പോൾ ഇലയും കൂടി ഇല്ല, ആ കൊമ്പ് മാത്രമേ ഉള്ളൂ. എന്നാലും ഞാനിതാ പഞ്ചത്തിൽ എടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ വിട്ടെടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ തൈര് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത്തിരി തൈര് ഉണ്ടെന്ന് അവിടെ. അപ്പോൾ ഈ ഒരു തൈര് ഉണ്ടല്ലോ ഇതിലിട്ട് ഇട്ട് കൊടുക്കട്ടെ. നമുക്ക് ഈ ഉള്ളിയും അതേമാതിരി കാന്താരി ചതച്ചും കൂടി ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ല ഉസാറായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ചോറ് തിന്നാൻ പഠിക്കൽ കേട്ടോ. അപ്പോൾ ഒരു കൂട്ടാനും ഇല്ലെങ്കിൽ ഇതൊക്കെ തന്നെ ധാരാളം നമുക്ക് കൂട്ടാനായിട്ട്. ചോറ് തിന്ന് 2 പ്ലേറ്റോ 3 പ്ലേറ്റോ ഒക്കെ ചോറ് തിന്നാം കേട്ടോ. പക്ഷെ ഇതിനോടൊക്കെ ഇഷ്ടമാണെന്നുള്ളൂ. ഇപ്പോഴത്തെ മക്കൾക്ക് ഇതാക്കണം ഇതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം ഓല് ഇതാക്കണം മന്തിയും കബ്സിയും അൽഫാമും കുൽഫാമൊക്കെ കണ്ടു വളർന്ന കുട്ടികളാണ്. ഓൽക്ക് ഈ തൈരും കാര്യങ്ങളൊന്നും പറ്റൂല. അതിനും വേണ്ടി ഓൽക്ക് ഇതാക്കണം മയണോസ് കുയിനോസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഓൽക്ക് ചോറ് തിന്നാൻ പറ്റൂലേ. അപ്പോൾ ഞാൻ ഏതായാലും ഇതിനോട് ചോറ് തിന്നട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ മക്കൾ ചോറ് തിന്നിട്ടോ, ഇവിടുത്തെ മക്കൾ ചോറൊക്കെ തിന്നും. ഒരു വട്ടമൊക്കെ തിന്നിട്ടു, 2ാം വട്ടമൊന്നുമില്ല, അങ്ങനെ തിന്നൊന്നുമില്ല. പക്ഷേ തൈര് ഇഷ്ടം കേട്ടോ. തൈര് പോലെ ഇങ്ങനെ ഇങ്ങനെ കോരി കുടിച്ചുകൊണ്ട് നിൽക്കണതാണ്. പിന്നെ ഞാൻ ഇത്തിരി കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാരങ്ങേൻ്റെ ഇല, നാരകത്തിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ നല്ലൊരു ചൊയ്യായി കാരണം. അപ്പോൾ പെട്ടെന്ന് വലിയ പരിപാടി ആയതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തുകൊണ്ടുവന്ന് തരാൻ മറന്നിക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാക്കണം ഇതൊക്കെ കുത്തി ചതച്ച് കൊണ്ടുവന്നപ്പോൾ മൂപ്പരെ ചോറിയിട്ട് കഴിഞ്ഞിരിക്കണം. നല്ല ഉസാറായിട്ട് ചോറൊക്കെ തിന്നിക്കണ്. അപ്പോൾ തക്കാളി താളിപ്പും മുളക് ചമ്മന്തിയൊക്കെ കൂട്ടി ചോറ് നിൽക്കണം. ഇനിയിപ്പോൾ ഞാനൊന്ന് ചോറ് നിന്നിട്ട് കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഇതപ്പോൾ വേണ്ടാന്നും പറഞ്ഞിട്ട് ഇതാക്കണം അച്ഛൻ്റെ ഫോണും കൊണ്ട് പോയിക്കണം. ഇനിയിപ്പോൾ ആ ഫോണിരുന്ന് തിന്നണ പണിയാണ് ഓൽക്ക് ഉണ്ടാക്കും. ഏട്ടത്തിക്കും അനിയത്തിക്കും ഇതാക്കണം ഫോണ് തിന്നണ പണിയാവും. അപ്പോൾ ആ ഫോണൊക്കെ തീറ്റി കഴിഞ്ഞ് വരട്ടെ. ഞാൻ അതിൻ്റെ പള്ളയിൽ നിന്ന് ഇറക്കട്ടെ കേട്ടോ. ഈ പള്ളക്ക് വയ്ക്കുമ്പോണ്ടല്ലോ ഒരു മനുഷ്യനെ നോക്കിക്കരുത് എന്നാ പറയുക. കാരണം അവനാൽ വിശപ്പ് എന്ന് പറയുന്നതുണ്ടല്ലോ അത് അവനാന് മാത്രം അനുഭവിച്ചറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പൈപ്പുണ്ട്, അതിനോട് ഞാൻ ചോറ് തിന്നട്ടെ കേട്ടോ. പള്ള നിറച്ച് ഉസാറായിട്ട് ചോറ് തിന്നട്ടെ.
അപ്പോൾ അതാക്കണം കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്, നമ്മളെ തൈര് ഉണ്ടല്ലോ മുളകൊക്കെ കുത്തിച്ചരച്ചേ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കണം, നല്ല പച്ചവെള്ളമാണത്, നല്ല ചൂടാക്കിയിട്ട് പച്ചവെള്ളം ആക്കിയതാട്ടോ. അപ്പോൾ നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കറീൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ അതാക്കണം ഉണക്കമുളക് രാത്രി പൊരിച്ചേന്ന് വാടി കുതിർന്നിക്കണ്, എന്നാലും അത് വെച്ച് കൊടുത്തിക്കണ്, ഒരു ഭംഗിക്ക് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ നമ്മളെ നല്ല ഉഷിരൻ നമ്മളെ മുളക് ചമ്മന്തിയും കൂടി ഉണ്ട് കേട്ടോ, നല്ല ഉസാറായിട്ട് അടിപൊളിയായിട്ട്. എന്നിട്ട് അതും കൂടെ നിരടിയാണ്ട് ഒരു മീനിൻ്റെ ഒരു കമ്മി ഉണ്ടല്ലോ, ഒരു മീൻതലിൻ്റെ ഒരു കമ്മി അതിൽ കാണുന്നുണ്ട്. പക്ഷേ മീൻതലയും കാര്യങ്ങളൊന്നും വേണ്ടത്, ഈ ഒരു ചമ്മന്തി തന്നെ നമുക്ക് ചോറ് നാൻ എമ്പാടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തിന്നിട്ട് തന്നെയാണ് നമ്മളെ തടി വണ്ണത് അത്ര തന്നെ ആയത്. അപ്പോൾ മറക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ഇതാക്കണം നമ്മളെ ചോറീറ്റിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ അവിടെ ഇങ്ങനെ കടന്നു കേട്ടോ. ആ കടന്നു കഴിഞ്ഞേരെയാണ് പെരും മഴ പെയ്ത്, നല്ല അടിപൊളി മഴ, നല്ല തെളിവും ഉണ്ടായിരുന്നു കേട്ടോ. മഴയും വെയിലും അങ്ങനത്തെ ഒരു മഴയായിരുന്നു, നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ മഴയൊക്കെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ കടന്നു. അപ്പോൾ കുട്ടികളെ പറഞ്ഞതാക്കണ് ഞാനും തന്നെ തോണ്ടി ചൂണ്ടുവിരലിന് ഇതാക്കണ് തേയ്മാനം സംഭവിച്ചു അറിയില്ല. അമ്മ അതിലൊരു തോണ്ടലൊക്കെ തോണ്ടി പിന്നെ ഷോർട്ട് ഇടാണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് അങ്ങനെ നിന്ന്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്ന് മഴ ഫുള്ളായിട്ടാണ് പോയിട്ട് നല്ല വെയിലാണ്ട് വന്നിട്ട്, നല്ല അടിപൊളി വെയിലാണ്ട് വന്ന് പെരും ചൂടുണ്ടായിരുന്നു. അതിൽ ഫാനൊക്കെ ഇട്ടാണ്ട് ഞാനാണ്ട് കിടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതാക്കണ് ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിലേ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഒന്ന് കെട്ടിപ്പടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇത് കെട്ടിപ്പടുക്കാൻ തുടങ്ങിയിട്ട്, നമ്മൾ ആ തൂക്ക് വിളക്ക് വെക്കണ ആ ഒരു കമ്പിയാണ് അത്, അതിന്മേൽ ഇങ്ങനെ കെട്ടിപ്പടുക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. എന്നാണാവോ ഈ വീടൊന്ന് പൂർത്തിയാക്കാം. അപ്പോൾ ഒരു 2 കൊല്ലം മുന്നേ ഇങ്ങനെ ആക്കിന്നിട്ടോല്, അതിൽ 2 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അത് 3ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഇങ്ങനെ ഒരു കൂട് ഒരുക്കണം ഇവിടെ ഈ ഒരു കമ്പിയമ്മ കൊണ്ടുവന്നിട്ട്. പിന്നെ അമ്മ അങ്ങനെ ഒരു തൊടാനും പിടിക്കാനൊക്കെ പോയാൽ ഒരു മുട്ടയെന്ന് ഇടൂലും എന്നൊക്കെ പറയണ കേൾക്കാം. ഏതായാലും 2 കിളികളുണ്ട് അവിടെ, കുഞ്ഞു കിളിക്കുട്ടികൾ, ഓലാണ് ഇവർ വന്നിട്ട് ഇങ്ങനെ കൂട് ഒരുക്കി പണി ഇത് പോണത്. ഇതുപോലെ തന്നെ ആവൂലേ മനുഷ്യന്മാരെ കാര്യം, എല്ലാവരുടെ കാര്യം ഇങ്ങനെ തന്നെയാവും. ഇനിയിപ്പോൾ ഇതാകണ ആ ഒരു വയനാട്ടുകാർ ഇത് അങ്ങനെ തന്നെയാവും, ഓരോന്ന് ഒരു സ്റ്റെപ്പായി എടുത്തിട്ട് ഓല് വന്നിട്ട് വേണമല്ലേ. ഓരോ വീടാണെങ്കിലും സ്ഥലമാണെങ്കിലും കൃഷിയാണെങ്കിലും ഒക്കെ ഏക്കർ കണക്കിന് കൃഷിയൊക്കെ നശിച്ചവരുണ്ടല്ലേ. പിന്നെ ഇതാക്കണ അവനാൻ്റെ ബാക്കിയുള്ളവർ പോയത് തന്നെ വലിയൊരു നഷ്ടം തന്നെയല്ലേ, അതിനും പുറത്ത് വേറെ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ മഴയൊക്കെ ചോർന്ന് കഴിഞ്ഞേരം ഞങ്ങളിതൊന്ന് പുറത്തിറങ്ങിയിരിക്കണം കേട്ടോ. കുറേ ദിവസമായി നമ്മൾ പുറത്തൊന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ പുറത്തിറങ്ങി ഇപ്പോൾ ഇതാക്കണം ഇതാണ് കേട്ടോ പതിവ് കാഴ്ച. ഹെലികോപ്റ്റർ അങ്ങനെ അങ്ങോട്ട് പോണ് ഇങ്ങോട്ട് പോണും താഴത്ത് കൂടെയാണ് കേട്ടോ പോണ്. നമ്മളെ ജനാലൊക്കെ ഇങ്ങനെ തരിക്കും. അപ്പോൾ അത് നോക്കണ പണിയാണ് മക്കൾ. ഇതാക്കണ പോകുമ്പോഴത്തേനും പുറത്തിറങ്ങി നോക്കൽ തുടങ്ങും. മക്കൾ മാത്രമല്ല കേട്ടോ, ഞാനൊക്കെ നോക്കും, കാരണം അത് നോക്കാൻ നമ്മൾ ആദ്യമായിട്ട് കാണുകയല്ലേ. അപ്പോൾ അതങ്ങനെ പോയോണ്ട് നിൽക്കുന്നുണ്ട്. രാവിലെ നീച്ച് അത് തന്നെയാണ്, വൈകുന്നേരം വരെ ഈ ഹെലികോപ്റ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്തെങ്കിലും ഇതാക്കണം വേഗം ആയി തീർക്കട്ടെ, ലെവൽക്കൊക്കെ സാധനങ്ങളും സാമഗ്രികളൊക്കെ കിട്ടട്ടെ. അപ്പോൾ പോയവരേതായാലും നമുക്ക് തിരിച്ചു കൊടുക്കാം, നമുക്ക് നല്ല പഠിച്ചൊന്നും വരെ നിച്ച് അറിയില്ല. എന്നാലും ഇതാക്കണ് ബാക്കിയുള്ളതൊക്കെ ഓൾക്ക് സമാധാനമായിട്ടൊക്കെ നിൽക്കട്ടെ. ഓല് ആ ഒരു പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകട്ടെ എല്ലാവരുടെ മനസ്സിലും. പിന്നെ നമ്മൾ ഇതാക്കണം പുഴയ്ക്കാണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല കുറേ ആയി പുഴയ്ക്ക് വന്നിട്ട്, ആ ഒരു വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ പുഴയ്ക്ക് തന്നെ വന്നിട്ടില്ല. പുഴ കാണുന്ന തന്നെ ഒരു ഭീകരതയാണ് പറഞ്ഞില്ല. അപ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ നമ്മളെ പുഴ ആയതിട്ട് ഇങ്ങനെയാണ് കേട്ടോ, നല്ല വെള്ളം കൂടി നല്ല പോലെ ഒന്ന് കുറഞ്ഞു, പക്ഷേ കലക്കം അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ പുഴയ്ക്ക് ഇറങ്ങുന്നിടത്തൊക്കെ നല്ല ചളിയാണ് കേട്ടോ, ചളി കൂമ്പാരം തന്നെയാണ്, നല്ല ടൺ കണക്കിന് ചളി അറിയുന്നതായിരിക്കാം കേട്ടോ. ഇവിടെയൊക്കെ നല്ല ഷാറായിട്ട് ചളിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ പുല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പോയിട്ട് ഇപ്പോൾ നല്ല പോലെ ചളി വന്ന് അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇനിയിപ്പോൾ ഒരു മാസമൊക്കെ കഴിയാതെ പുഴയ്ക്കൊന്നും കുളിക്കാൻ വരാൻ തന്നെ പറ്റൂല കേട്ടോ, അതിന് മാത്രം ചളിയുണ്ട്. വെള്ളത്തിൻ്റെ കളറും മാറിയിട്ടില്ല. ഉരുൾപൊട്ടയൊക്കെ വന്നതല്ലേ, അതിൻ്റെ ഒപ്പത്തിനൊപ്പം ഇതാക്കുന്ന ആൾക്കാരും ഒലിച്ചൊക്കെ വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പേടിയുണ്ട്, ഭീകരതയുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എങ്ങാനും ഉണ്ടാകും ഈ ഒരു കുറ്റിച്ചെടിയിലും ഈ ഒരു മണ്ണിലൊക്കെ ഇങ്ങനെ താന്ന് പോലെ ഉറ്റവരും ഉടയവരൊക്കെ ഇതാക്കണം ഇതിൽ താന്ന് കിടക്കുന്നുണ്ടോ എന്നുള്ളൊരു ഇതും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്, കരയത്ത് ഇതാക്കണം എല്ലാവരും നോക്കും കേട്ടോ, ഇവിടെ നാട്ടുകാരൊക്കെ നോക്കലുണ്ട്. പിന്നെ നമ്മളെ ഓടയ്ക്കത്തെ വലിയ പാലുണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ ഇതാക്കണം എപ്പോഴും ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കാനായിട്ട് തെരച്ചിൽ നടത്താനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവിടെ 1-2 ബോഡി അവിടെ നിന്ന് കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ കൈ കാല് അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്കും തന്നെ പേടിയായിട്ട് ഇവിടെ ഇല്ലിക്കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളും തന്നെ ഇങ്ങനെ നോക്കി നടക്കാനും പേടിയുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടാൽ നമ്മൾ പെണ്ണുങ്ങളല്ല, അതിനു മാത്രമുള്ള മനഃശക്തിയൊന്നും നമുക്കില്ല അല്ലേ. അപ്പോൾ ഒന്ന് പ്രസവിക്കുമ്പോൾ അല്ല ആ ഒരു വേദന പറയുമ്പോൾ അതപ്പാണ് പോകും. അപ്പോൾ അത് പിന്നെ അത്ര ഭീകരതയും കാര്യങ്ങളായിട്ട് നമ്മൾ കാണുന്നില്ല. അത് പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ആണുങ്ങൾക്കൊക്കെ അത് ഭയങ്കര ദഹിക്കാരം എന്നല്ലാതെ നമുക്ക് അത്ര ഇതാണ്ടില്ല കേട്ടോ. ആ ഒരു വേദന പോയി കഴിഞ്ഞാൽ പിന്നെ അതാണ് കഴിഞ്ഞു. പക്ഷെ അങ്ങനെയല്ലല്ലോ, ഇവളൊക്കെ ഇതിങ്ങനെ ബോഡി ഒക്കെ കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതുപോലെ ഞാൻ സമ്മതിച്ചിട്ടു ഭയങ്കരമാണെന്ന്.
അപ്പോൾ നമ്മൾ ഈ ചാലിയാർ കൂടെയാണ് ഫുള്ള് ബോഡിയൊക്കെ പോയിട്ടുണ്ടാകുക അല്ലേ. ഇനി ഇതാക്കണ ഒരുപാട് ബോഡീസും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ടില്ല, കുറേ ആൾക്കാരെ ഇതാക്കണം കിട്ടാനൊക്കെ ഉണ്ട്, കുട്ടികളെ ആണെങ്കിലും വലിയവരാണെങ്കിലും എല്ലാവരും. പിന്നെ മൃഗങ്ങൾ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അവിടെ തന്നെ നിങ്ങളിങ്ങനെ കണ്ടാലും മനസ്സിലാകുമല്ലോ എമ്പാടും ആൾക്കാരെ എനിക്ക് കിട്ടാനുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു പേടിയാണ്. ഇപ്പോൾ പുഴ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ. ഈ ഒരു അവസ്ഥയിൽ പുഴ അറിയുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാണ്. ഏതായാലും ഇപ്പോൾ അടുത്തൊന്നും നമുക്ക് കുളിക്കാൻ വരാനോ കാര്യങ്ങൾക്കൊന്നും പറ്റൂല. അപ്പം വെള്ളമൊക്കെ നല്ല കലക്കുവാണ്. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ 3 ആളാണ് പോയത്, ഞാനും ആര്യ നമ്മളെ ഉണ്ണിമോളുമാണ് പോയിട്ടുള്ളത്. അങ്ങനെ പുഴയത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെള്ളത്തിൻ്റെ കാര്യം പിന്നെ വയനാട്ടിലത്തെ കാര്യമൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഇപ്പോൾ ചെറിയ ചെറിയ കുട്ടികൾക്ക് വരെ അത് പറയാനേ നേരമുള്ളൂ അല്ലേ. നേരമുള്ളൂ എന്നല്ല, അത് അത്രയും വലിയ സംഭവമായിട്ടാണ് കേട്ടോ, ഭയങ്കര സംഭവമായിട്ടാണ്. ഇതിൻ്റെ ഇടയിൽ ഇതാക്കണ് ഈ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ അതിങ്ങനെ വന്നുകൊണ്ട് നിൽക്കണുണ്ടില്ലേ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇതാക്കണ് പാല് കൊടുക്കാൻ റെഡിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നല്ല മനസ്സിലെ അമ്മമാരുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഓലൊക്കെ ഞാൻ നല്ലപോലെ സല്യൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളെ മക്കൾക്ക് ഇതാക്കണ് കൊടുക്കേണ്ട കാര്യമാണ്. തീരെ അമ്മയും അച്ഛനും ഒക്കെ നഷ്ടപ്പെട്ട മക്കൾക്ക് കൊടുക്കണ അറിയുന്നത് ഭയങ്കര വലിയ കാര്യം തന്നെയാണ് കേട്ടോ. അത് പെണ്ണുങ്ങൾക്ക് മാത്രമേ അതിനൊക്കെ കഴിയുള്ളൂ. പിന്നെ അതും മുടക്കാനായിട്ട് ചില ഞരമ്പന്മാരുണ്ടല്ലേ നമ്മളവിടെയൊക്കെ, ഇജാതി മനുഷ്യന്മാരൊക്കെ ഉണ്ടല്ലോ, വിത്തുന്നുണ്ടായതാന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ പൊട്ടി മുളച്ചിങ്ങനെ പടുവം മുളക്കൂല വിത്തുകളൊക്കെ, ഈ പ്രാണികൾ ജന്തുക്കളൊക്കെ കാഷ്ടിച്ച വിത്തുണ്ടല്ലോ, ആ വിത്തുന്നുണ്ടായതാന്ന് തോന്നുന്നുണ്ട്. ഇമാതിരി പരിപാടികളൊക്കെ വർത്താനം കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് തന്നെ ഇവിടെ നിർത്തണ്ട. കാരണം നമ്മളെ വായിൽ നിന്ന് എന്തെങ്കിലും അറിയാതെ പറഞ്ഞു പോയാൽ അത് എനിക്കും മോശമാണ്, കേൾക്കണ നല്ല മനസ്സിലില്ല നിങ്ങൾക്കും മോശമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ഇവിടെ നിർത്താം. പിന്നെ ഇതാക്കണത് ഞാനിതാക്കണത് വേഗം ചോറ് കൂറ്റിയായിട്ടൊക്കെ മണ്ടി വന്നിട്ട് ടി വി ആണ് കേട്ടോ. അതെന്താ കാരണം ചോദിച്ചാൽ അതിൽ ഇതാക്കണ റിപ്പോർട്ടർ ചാനലാണ് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ടും കാണുന്നത്. അതിൽ റഡാർ ശബ്ദിച്ചപ്പോൾ അതിൽ ജീവനില്ല വസ്തു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആകാംക്ഷയോടെ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കൽ തുടങ്ങിയിട്ട് ഇപ്പം കാണും ജീവനുള്ള ശരീരം ആരുടെയും കുടുംബത്തിലെ ആരുടെയെങ്കിലും കിട്ടിയാൽ മതിയെന്ന് വിചാരിച്ച് പ്രാർത്ഥനയോടെ നിന്നതായിരുന്നു. പക്ഷെ അത് ഒന്നും സംഭവിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കണ മാർക്കൊന്നും അല്ല നടക്കണം, ദൈവത്തിന് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് കേട്ടോ നടക്കുക. നമ്മളെന്ത് വിചാരിച്ചുവല്ലോ അതിൻ്റെ മറുപുറമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ.